ജാതിമത ഭേദമന്യേ ഒരു നാട്ടിലെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഉത്സവം എന്ന് പറയുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ താജ്മഹൽ പോലെ ഒരു പള്ളി. ചെറിയൊരു കൺഫ്യൂഷൻ തോന്നിയില്ലേ? ഒരു കൺഫ്യൂഷൻ വേണ്ട, ഇതൊരു മുസ്ലിം പള്ളി തന്നെയാണ്. 7-ാം നൂറ്റാണ്ടിൽ ചേരമാൻ പെരുമാളിന്റെ കാലത്ത് അറേബ്യയിൽ നിന്നും കേരളത്തിലെത്തിയ ഇസ്ലാമിക പണ്ഡിതനായ മാലിക് ദിനാറിന്റെ സംഘത്തിലുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് മിയാഖാൻ വലിയുള്ളാഹി. അദ്ദേഹത്തിന്റെ ഖബർ ഈ പള്ളിയിലാണുള്ളത്. അതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും വൃശ്ചികമാസം 21-ാം തീയതി ഇവിടെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങുകൾ നടക്കുന്നത്. ചന്ദനക്കുടവും അതിന്റെ ഭാഗമായുള്ള ചന്ദനമരപ്പുമാണ് ഇവിടത്തെ പ്രധാന ചടങ്ങുകൾ. വെള്ളിപ്പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ചന്ദനമുട്ടി കല്ലിലരയ്ക്കുന്നത് മുതൽ വിശ്വാസികൾക്ക് വിതരണം ചെയ്യുന്നത് വരെ നിരവധി ചടങ്ങുകളാണുള്ളത്. മൗലദ് പാരായണങ്ങളും നേർച്ചകളും പ്രാർത്ഥനകളും. പള്ളിയിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കൊടിയേറ്റ് എന്ന ചടങ്ങോടുകൂടിയാണ്. ക്ഷേത്രങ്ങളെ അനുസ്മരിക്കുന്ന ഈ ചടങ്ങ് കുറച്ച് കൗതുകമുണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഈ കൊടിമരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടത്തെ കിണറ്റിൽ നിന്നും വെള്ളം കോരി ഈ കൊടിമരത്തിന് ചുവട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകും എന്നാണ് വിശ്വാസം. പള്ളിയിലെ ചടങ്ങുകളെല്ലാം അള്ളാഹുവിന്റെ നാമധേയത്തിലാണ്. ഈ പള്ളിയിലെ ചടങ്ങുകളെ പറ്റി പല അഭിപ്രായങ്ങളും കേൾക്കാനിടയായി. പല മതത്തിലുള്ള ആളുകളുടെ ഒത്തൊരുമയും വിശ്വാസങ്ങളും നിലനിർത്തുന്ന ഒരു പുണ്യഭൂമിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പത്തനംതിട്ട കൊല്ലം ജില്ലാ അതിർത്തിയിലായി വരുന്ന ഏനാത്ത് എന്ന സ്ഥലത്താണ് കളമലപ്പള്ളി എന്നറിയപ്പെടുന്ന കളമല തൈക്കാപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി ഒരു കാർണിവലും പള്ളി പരിസരത്തായി നടന്നു വരുന്നുണ്ട്. ഡിസംബർ 14 വരെയും പരിപാടികൾ ഉണ്ടായിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്.